നമസ്കാരം, ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം ഉള്ളത് ഒരു സംരംഭകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം ചർച്ചയായ ഒരു സംരംഭക എന്ന് തന്നെ പറയാം. ക്യാൻ ഫെസ്റ്റിവലിൽ കനി കുസൃതിയിട്ട ഡ്രസ്സും ഒപ്പം തന്നെ ആ ബാഗും വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു. കനിക്ക് ക്യാനിൽ പോകാനും ആ പരിപാടിയിൽ പങ്കെടുക്കാനും വസ്ത്രം ഡിസൈൻ ചെയ്ത് നൽകിയ, ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായ ബാഗ് ഡിസൈൻ ചെയ്ത് നൽകിയ ദിയ ആണ് നമുക്കൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത്. പനമ്പിള്ളി നഗറിൽ സോൾട്ട് എന്ന് പറയുന്ന ബ്യൂട്ടിക് നടത്തുന്ന ദിയ ഈ കാനിലെ കനി കുസൃതിയുടെ പ്രസൻസോടുകൂടി വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. ദിയ, സ്വാഗതം. താങ്ക് യു. ദിയ, പനമ്പിള്ളി നഗറിൽ സോൾട്ട് എന്ന് പറയുന്ന ഈ ബ്യൂട്ടിക്ക് തുടങ്ങിയിട്ട് 10 വർഷത്തിലധികമായി. ഒരുപാട് സെലിബ്രിറ്റികൾ ഒക്കെ വന്നു പോകുന്നുണ്ട്. പക്ഷേ പ്രിയ സുഹൃത്തു കൂടിയായ കനി അതിൻ്റെ ക്യാനിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ആ രീതിയിലൊരു ഐക്യപ്പെടൽ നടത്താൻ തീരുമാനിച്ചപ്പോൾ ദിയയുടെ തന്നെ ഗ്രേഡ് കൂടിയിരിക്കുകയാണ്. ദിയ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ ആദ്യ ചർച്ചകൾ നടത്തിയത്? ഇങ്ങനെ ഒരു പ്രതിഷേധം അതിനുവേണ്ടി തന്നെയാണ് എന്ന കാര്യം അറിയാമായിരുന്നോ? ഈ രീതിയിൽ ചർച്ചയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഇത്രയും വലിയൊരു ചർച്ചയാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞങ്ങളൊരു പുള്ളിക്കാരത്തെ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ആസ് എ ഡിസൈനർ, ആസ് എ സ്റ്റൈലിസ്റ്റ് അത് എത്ര ക്രിയേറ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യാം, ഹൗ ടു പുട്ട് ഇറ്റ് ടുഗെദർ വെൽ ഫോർ മൈ ഫ്രണ്ട്, അങ്ങനെ വിചാരിച്ചേ. ഡെഫിനറ്റ്ലി അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മൈ ബ്രെയിൻ ഗോട്ട് സ്റ്റിമുലേറ്റഡ്. ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആണ്. പിന്നെ ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും വീട്ടിലിരുന്ന് സോളിഡാരിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നു. വി ഫീൽ സോ ഹെൽപ്ലെസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ സ്റ്റേജ് കനിക്ക് കിട്ടി. അതിലിങ്ങനെ ഒരു കറേജിയസ് മൂവ് ചെയ്യാന്ന് പറഞ്ഞത് ടോട്ടലി ഇൻസ്പയറിംഗ് അല്ലേ? അപ്പോൾ അതിനൊരു സപ്പോർട്ട് ആവാൻ പറ്റുക പറഞ്ഞതും എനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നി. അപ്പോൾ ദെൻ വി വെന്റ് ഓൺ വിത്ത് ദ പ്ലാൻ. അപ്പോൾ പലസ്തീനോടുള്ള ഐക്യപ്പെടൽ എന്ന അതിനുള്ളൊരു അവസരമാക്കണം തനിക്ക് ലഭിച്ച ഈ അവസരം എന്ന് കനി തീരുമാനിക്കുന്നു. അതിൻ്റെ ചർച്ചകൾ തുടങ്ങുമ്പോൾ അതൊരു ബാഗിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ആദ്യം തന്നെ ആ ബാഗ് എന്നുള്ളൊരു രൂപമാണോ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്? എങ്ങനെ ഒരു ഡിസൈനർ എന്ന നിലയിൽ ആ ബാഗിലേക്ക് എത്തി? ആദ്യം ബാഗ് അല്ലായിരുന്നു. ആദ്യം നമ്മൾ ചെറുതായി എന്തെങ്കിലും എംബ്രോയിഡറി എന്തെങ്കിലും ചെയ്ത് ഗാർമെന്റിൽ തന്നെ എങ്ങനെയെങ്കിലും അത് പ്ലേസ് ചെയ്യാമോ എന്ന് ആലോചിച്ചു. പിന്നെ നമ്മൾ കുറേ ബ്രെയിൻ സ്റ്റോം ചെയ്തു. ചെറിയ ഒരു ബ്രൂച്ച് പോലെ എന്തെങ്കിലും കുഞ്ഞൊരു സാധനം വെക്കാമെന്ന് വിചാരിച്ചു. കനി തന്നെയാണ് വാട്ടർമെലൺ ചെയ്താലോ എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ അത് എങ്ങനെ ലൗഡാവാതെ ഒരുപാട് നമ്മൾ ഫിറ്റ് ഇൻ ചെയ്യാൻ വേണ്ടി ഒരു ഗാർമെന്റിലോട്ട് അത് പ്ലേസ് ചെയ്താൽ ഇറ്റ് വോണ്ട് ലുക്ക് എസ്തെറ്റിക്കലി നൈസ്. അപ്പോൾ ഫൈനലി നമ്മൾ ഗാർമെന്റ് ഒരു ഡ്രസ്സ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, എടാ, ഹൗ അബൌട്ട് ഡൂയിങ് എ ബാഗ്? അങ്ങനെയാണെങ്കിലും അപ്പോൾ ടോട്ടലി ഒരു ഓൺസെബിൾ കാണാൻ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഷീ വാസ് ലൈക്ക്, എന്നാ അങ്ങനെ ചെയ്യാം. ഷീ വാസ് പ്രിറ്റി ഹാപ്പി വിത്ത് ദാറ്റ് ഐഡിയ. പിന്നെ നമ്മൾ അങ്ങനെ ബാഗ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലോട്ട് വന്നത്. ഈ ക്ലച്ച് അങ്ങനെ ഒരു പ്രതീകമാക്കുമ്പോൾ ഇതിനു മുൻപ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഒരു ഡിസൈനർ ആ ഡ്രസ്സിനൊപ്പം അതിന് പറ്റുന്ന തരത്തിലുള്ള ഈ ക്ലച്ചസ്, ഹാൻഡ് ബാഗ്സ് ഒക്കെ അങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ഡിസൈനർ തന്നെ ആയിരുന്നു, അതോ കനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് അങ്ങനെ നിർമ്മിക്കുകയായിരുന്നു? ഡെഫിനറ്റ്ലി ഞങ്ങൾ ആദ്യമായിട്ടാണ് ബാഗ് ചെയ്യുന്നത്. കനിക്ക് വേണ്ടി തന്നെ സ്പെഷ്യലായിട്ട് ചെയ്തതാണ്. ആദ്യം ഈ ഐഡിയ ഒക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ഇതെങ്ങനെ ചെയ്തെടുക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ടീമൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവരും ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു. നമുക്ക് ഈ ചലഞ്ച് ഏറ്റെടുക്കാം എന്നുള്ളൊരു രീതിയിലായിരുന്നു എല്ലാവരും. അപ്പോൾ വി ഡിഡ് എ സ്മോൾ സാമ്പിൾ എംബ്രോയിഡറി ഒക്കെ ചെയ്ത് നോക്കി, എന്തൊക്കെ അകത്ത് വെക്കണം എന്നൊക്കെയുള്ള ഞങ്ങൾ റിസർച്ച് ചെയ്തു. വീഡിയോസും ബാഗ് മേക്കിങ്ങിൻ്റെ ഒക്കെ റിസർച്ചൊക്കെ ചെയ്തു. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ ഫാബ്രിക്സും ഇന്റേണൽ ഫിനിഷിംഗ് ഒക്കെ ചെയ്തു. ബട്ട് ഇറ്റ് കം ഔട്ട് റിയലി വെൽ. അതിൽ എംബ്രോയിഡറി ആണ്, ഫുൾ ബീഡ് വർക്ക്സ് ആണ് ചെയ്ത്. ഒരു വാട്ടർമെലൺ ഡിസൈനിൻ്റെ ഇത് ഫുൾ ഞങ്ങൾ ഹാൻഡ് എംബ്രോയിഡറിയാണ് ചെയ്ത്. പിന്നെ വി യൂസ്ഡ് ആർ സിൽക്ക് ഫാബ്രിക്. പിന്നെ അകത്തൊക്കെ കുറേ ഫ്യൂസിങ് ഒക്കെ വെച്ച് അത്യാവശ്യം തെറ്റില്ലാണ്ട്, ബിക്കോസ് അതൊരു സ്റ്റിഫായിട്ട് തന്നെ നിൽക്കണമായിരുന്നു ആ ഷേപ്പ് ആയതുകൊണ്ട്. അത് ചുളിഞ്ഞു പോകരുത് ആളത് ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ. പിന്നെ അകത്ത് സ്പേസും കൊടുത്തു. ഒരു ഫോൺ വെക്കാം,
ആൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ആളുടെ ലിപ്സ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിലും വെക്കാം. അപ്പോൾ ഒരു യൂട്ടിലിറ്റി പർപ്പസും കൂടെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ ചെയ്തു. ദിയ, ഇവിടെ ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു വലിയ അവസരം അവിടെ ഒരു ചെറിയ രീതിയിലെങ്കിലും പലസ്തീനോടുള്ള ഐക്യപ്പെടലായി പ്രതിഷേധം ഉയരുമ്പോൾ അത് ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടും എന്നത് നിങ്ങൾ ഇത്രയധികം പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ദിയ നടത്തിയത്? ഒരുപാട് പല പ്രമുഖർ ഈ രീതിയിലൊക്കെ ഉള്ള ഐക്യപ്പെടലുകൾ നടത്തിയിട്ടുണ്ട്. അത് ഹോളിവുഡ് സ്റ്റാർസ് ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ മുൻകാലങ്ങളിലെ അത്തരം വിഷ്വൽസോ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ നോക്കിയിരുന്നോ? അങ്ങനെ ചെയ്യാൻ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു ദിയയുടെ ഭാഗത്ത്? ഇല്ല, ഞാൻ ഈ വാട്ടർമെലൻ്റെ ഇത് എങ്ങനെയാണ് വന്നതെന്നൊക്കെ റിസർച്ച് ചെയ്തിരുന്നു. പണ്ട് അവരുടെ ഫ്ലാഗ്സ് കാണിക്കാൻ പറ്റാത്തപ്പോൾ വാട്ടർമെലൻ ഡിസൈൻസ് അവർ പെയിന്റ് ചെയ്യുമായിരുന്നു, കാണിക്കുമായിരുന്നു. അങ്ങനത്തെ ഞാൻ സ്റ്റോറീസ് ഒക്കെ നോക്കിയിരുന്നു. പിന്നെ ഗാസയുടെ എല്ലാ ന്യൂസസും നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു രീതിയിൽ എനിക്കറിയാം, ചെറിയൊരു ചർച്ചാ വിഷയമായിരിക്കും എന്നറിയാം. പക്ഷെ ഇത്ര ഗ്ലോബലി അത് ടേക്ക് ഓവർ ചെയ്യുമെന്നും ഇത്രയും ഡിസ്കഷൻസ് ഇതിൻ്റെ പിറകെ വരുമെന്നൊന്നും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. പിന്നെ ഡെഫിനറ്റ്ലി ഇങ്ങനൊരു ബ്രേവ് മൂവിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റി. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻപുട്ട് അതിൽ ചെയ്യാൻ പറ്റി. ഒരുപാട് പേർക്ക് അത് ഇൻസ്പയറിങ് അല്ലേ. എത്ര പേർക്ക് ഇങ്ങനത്തെ സ്റ്റേജസ് കിട്ടും, എത്ര പേര് അങ്ങനെ ഒരു ചോയ്സ് എടുക്കും അങ്ങനൊരു മൂവ് ചെയ്യാൻ, അങ്ങനൊരു കാര്യം ചെയ്യാൻ. അപ്പോൾ അതിനൊരു ചെറിയൊരു ഭാഗമാവാൻ പറ്റി എന്നുള്ളത് ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് പ്രൗഡ്. തീർച്ചയായും പാരീസിൽ കാൻ ഫെസ്റ്റിവലിൻ്റെ വേദിയിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി തന്നെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമാകാൻ ദിയയ്ക്കും കഴിഞ്ഞിരിക്കുന്നു. ദിയ, ആ ബാഗിനൊപ്പം തന്നെ ആ ഡ്രസ്സും ചർച്ചയായിട്ടുണ്ട്. വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ആ കളറും ആ ഫാഷനും ഒക്കെ. അത് ആരുടെ നിർദ്ദേശമായിരുന്നു അങ്ങനെ ഒരു ഡ്രസ്സിലേക്ക്? നമുക്കറിയാം സാധാരണ ഇത്തരം വേദികളിലൊക്കെ മലയാളികൾ വേണമെങ്കിൽ സാരിയൊക്കെ സെലക്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കേരളീയതയുടെ ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഡ്രസ്സ് വേണം എന്നൊക്കെ തീരുമാനിക്കാറുണ്ട്. പക്ഷേ എങ്ങനെയാണ് നിങ്ങൾ അതിലേക്ക് എത്തിയത്? ഡെഫിനറ്റ്ലി ഞങ്ങൾ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സിലെ എല്ലാ ഇന്ത്യൻ ആക്ടേഴ്സിന്റെ അപ്പിയറൻസ് ഒക്കെ ഒന്ന് റിസർച്ച് ചെയ്തു. അപ്പോൾ കൂടുതലും എല്ലാവരും അങ്ങനെ സാരി, ലെഹങ്കാസ് അങ്ങനത്തെ ഒക്കെ അപ്പിയറൻസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ഈ ഡിസ്കഷൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ അടുത്ത് കനി പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് മതി, സംതിങ് വെരി സിമ്പിൾ. ഇതൊരു ഡ്രസ്സ് മാത്രം കാണിക്കുന്ന ഒരു സ്റ്റേജ് അല്ലല്ലോ, അവരുടെ മൂവി പ്രീമിയർ ആണ്, ഒരുപാട് ഇന്റർവ്യൂസും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് മൂവ് അറൗണ്ട് ചെയ്യണം. അപ്പം അങ്ങനെ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ നമുക്കൊരു ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സ് ചെയ്യാം. എന്താ വെച്ചാൽ എല്ലാവരും ഭയങ്കര ഇന്ത്യൻ ഔട്ട്ഫിറ്റ്സിൽ മാത്രമാണല്ലോ അപ്പിയർ ചെയ്യണേ. നമുക്കും നമ്മുടെ നാട്ടിൽ നിന്നും അങ്ങനെ ഒരു കണ്ടംപററി വെസ്റ്റേൺ സിലബസ് ഒക്കെ ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട് എന്ന് കാണിക്കാം. പിന്നെ അത് ആൾക്ക് കംഫർട്ടബിളും ആയിരിക്കും മൂവ് അറൗണ്ട് ചെയ്യാൻ. പക്ഷെ ഞങ്ങൾക്ക് അതിലൊരു ഇന്ത്യൻ എലമെന്റ് കൂടെ കൊണ്ടുവരാനായിരുന്നു. അപ്പോൾ ദാറ്റ്സ് വൈ വി യൂസ്ഡ് ഇന്ത്യൻ ഫാബ്രിക്, ഒരു ബനാറസി സിൽക്ക് യൂസ് ചെയ്തു. പിന്നെ ഓഫ് വൈറ്റ് കേരളത്തിന്റെ കളറാണ്, പിന്നെ ഫ്ലാഗിന്റെ കളറും വൈറ്റ് ആണ്. അപ്പോൾ ആ ഒരു ബേസ് കളർ വരുമ്പോൾ ആ പൗച്ചും നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കും, ബാക്കിയെല്ലാം ന്യൂട്രൽ കൊണ്ടുവരാം എന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ആദ്യം ഒരു സാമ്പിൾ ഡ്രസ്സ് ചെയ്തു. ആളെ ഫിറ്റിംഗ് ഒക്കെ ഇട്ട് നോക്കിയപ്പോൾ ആൾക്ക് പാറ്റേണും ഇതെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ടാണ് ഞങ്ങൾ മെയിൻ ഫാബ്രിക്കിൽ ചെയ്തത്. പിന്നെ ഒരു സൗത്ത് ഇന്ത്യൻ എലമെന്റ് കൂടെ ഞങ്ങൾക്ക് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ബിന്ദിയും കമ്മലും അങ്ങനെയൊക്കെ ഒരു ഇത്തിരി ഒരു ഇന്ത്യൻ ടച്ച് സ്റ്റൈലിങ്ങിൽ കൊണ്ടുവന്നേ. ഞങ്ങൾ ഹെയറിലും ഒരു ഫ്ലവർ ഹെയർ ആക്സസറി ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഫാബ്രിക്കിൽ വെരി ലാസ്റ്റ് മൊമെന്റ് ഞങ്ങൾ ഇൻ ഹൗസിൽ ചെയ്തതാണ്. അപ്പോൾ എവറിത്തിങ് ലാസ്റ്റ് ട്രയലിന് പുട്ട് ഇറ്റ് ടുഗെദർ ചെയ്തപ്പോൾ ഇറ്റ് കം ഔട്ട് റിയലി വെൽ. പുള്ളിക്കാരത്തി ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ ദാറ്റ്സ് വാട്ട് എൻഡ് ഓഫ് ദ ഡേ ഷീ ഈസ് ദ വൺ ഹു ഈസ് വെയറിങ് ഇറ്റ്. അപ്പോൾ ആള് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഉണ്ടായി. തീർച്ചയായും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സ് എന്ന ഒരു പ്രത്യേകത കൂടി അതിനുണ്ട്. അതിൽ ആ സ്ലീവ് വളരെ ആകർഷണം ഉള്ളതാണ്. ഒപ്പം തന്നെ ആ ഡീപ്പ് വി നെക്കും ഒക്കെ ആ രീതിയിൽ വലിയ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. അതിൻ്റെയൊക്കെ സെലക്ഷൻ എങ്ങനെയാണ്? കനി എന്തെങ്കിലും ഒക്കെ സജഷൻസ് തന്നിരുന്നോ? കനിക്കും സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൾക്ക് ഇങ്ങനത്തെ ചേരും, വീനെക്ക് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ തന്നെ സ്റ്റോറിലുള്ള 2-3 വീനെക്ക് ഡീപ്പ് ബ്ലൗസസ് ഒക്കെ ഇടിയിപ്പിച്ച്
ആളുടെ ഏറ്റവും നല്ല ഫിറ്റിംഗ് ഏതിനാണെന്ന് നോക്കി അതിന്നാണ് പിന്നെ പല പാറ്റേൺസും ഡിറൈവ് ചെയ്തത്. പിന്നെ സ്ലീവ് കുറച്ച് പഫി സ്ലീവ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ കുറച്ച് സ്ലീവ്സിന്റെ സാമ്പിൾസ് 2-3 സ്ലീവ് സാമ്പിൾസ് ചെയ്തു ഇൻ ഹൗസ്. അതൊക്കെ പിന്നെ ട്രയൽ ചെയ്യാനൊന്നും ആൾക്ക് വരാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല, ആള് ഷൂട്ടിലായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ ഇൻ ഹൗസിൽ ചൂസ് ചെയ്തു, യുനോ ഇമാജിൻ ചെയ്ത് നോക്കുക എന്നല്ലാണ്ട് ആസ് എ ഡിസൈനർ ഓക്കെ ദിസ് വിൽ ലുക്ക് ഗുഡ് ഓൺ ഹെർ ഒരു ഗട്ട് ഫീലിംഗ് ആണല്ലോ. അങ്ങനെ ഒരു സാമ്പിൾ ഡ്രസ്സ് ചെയ്തു. എന്നിട്ട് ഞാൻ വിചാരിച്ചു സാമ്പിൾ ആൾക്ക് കംപ്ലീറ്റ്ലി ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ മെയിൻ ഫാബ്രിക്കിലോട്ട് പോകാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ സാമ്പിൾ ഇട്ട് നോക്കിയപ്പോൾ ഷി വാസ് സോ ഹാപ്പി, ഫിറ്റിങ്ങും ഇതെല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഐ ഡിഡ് ഇറ്റ് ഇൻ എ മെയിൻ ഫാബ്രിക്. അപ്പോൾ മൊത്തത്തിൽ ആ സ്ലീവ്സും ആ ഒരു കണ്ടംപററി എലമെന്റ് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു പഫി സ്ലീവ്സ് കൊടുത്തത്. ഡീപ്പ് വി കൊടുക്കുമ്പോൾ ഇറ്റ് ഗിവ്സ് എ യുനോ സ്ട്രക്ചറലി കുറച്ചുകൂടെ കാണാനും നല്ലതായിരിക്കും. അപ്പോൾ ഷീ ക്യാൻ വെയർ ബിഗ് ഇയറിങ്സ് ആൻഡ് ഓൾ. പിന്നെ എബവ് നീ ആണ് നിർത്തിയത്. ഇറ്റ് ഗിവ്സ് എ ഷോർട്ട് ആൻഡ് ഷീക്ക് ലുക്ക്. അങ്ങനെ അതെ, കംഫർട്ടബിളായി കനിക്ക് എവിടെ വേണമെങ്കിലും പോകാനോ അല്ലെങ്കിൽ നടക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് കൂടിയായിരുന്നു. ദിയ, ഈ ബാഗ് ഈ രീതിയിൽ ചർച്ചയാകുന്നു, ഹാൻഡ് ബാഗ് ഈ രീതിയിൽ ചർച്ചയാകുന്നു, ഡ്രസ്സ് ശ്രദ്ധിക്കപ്പെടുന്നു. അതിനുശേഷം ദിയയ്ക്ക് ഒരുപാട് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട കോള് അല്ലെങ്കിൽ ദിയ വലിയ ഹാപ്പി ആയിട്ടുള്ള ഒരു കോള് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്രീസിയേഷൻ എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? എനിക്ക് ഏറ്റവും ഹാപ്പി ആയത് എൻ്റെ ഗേൾ ഫ്രണ്ട്സിന്റെ ഹാപ്പിനെസ് കണ്ടിട്ടാണ്. അവരെല്ലാവരുമാണ് എന്നേക്കാൾ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. അതിൽ ഐ ഫെൽ സോ ഓവർവെൽംഡ്. ദെൻ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തു. എനിക്കിഷ്ടമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ, യുനോ നോട്ട് ഓൺലി ഫ്രം ദ ഫിലിം ഫീൽഡ്, ആർട്ട് ഫീൽഡിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ പായൽ കപാടി എന്നെ മെസ്സേജ് ചെയ്തു, യുനോ അപ്രിഷിയേറ്റ് ചെയ്തിട്ട് ഭയങ്കര നല്ലതായിരുന്നു കനീനെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ യുനോ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസ് എഴുതി ബാഗിനെ കുറിച്ചുമൊക്കെ. അപ്പോൾ ഐ ഫൗണ്ട് ഇറ്റ് സോ സ്വീറ്റ്. ആ തിരക്കിൻ്റെ ഇടയിലും ഷീ ടുക്ക് എ ടൈം ടു യുനോ കോംപ്ലിമെൻറ്റ് മീ. അങ്ങനെ ദിയ, ഇനി എത്ര ലക്ഷം മുടക്കി അഡ്വർടൈസ്മെന്റ് ചെയ്താൽ പോലും ദിയയുടെ സാൾട്ട് ബ്യൂട്ടിക്കിന് ഇതിൽ കൂടുതൽ വലിയൊരു പ്രൊമോഷൻ കിട്ടാനില്ല. ഇതിന് ശേഷം വരുന്ന ബുക്കിംഗ് ഒക്കെ കൂടിയിട്ടുണ്ടോ? എങ്ങനെയാണ് അതിന് ബിസിനസ്സിന് എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്? ഗ്ലോബൽ റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയും ശരിയാണ്. ഞാൻ എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അത്രയൊന്നും ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഉണ്ടാവില്ല. ഞങ്ങളൊരു കുഞ്ഞ് ഒരു സംരംഭമാണ്, ഒരു ചെറിയ ഓൺടർപ്രണറാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ച് ബഡ്ജറ്റാണ്. എപ്പോഴും അതെവിടെ കട്ട് ഷോട്ട് ചെയ്യാം, എങ്ങനെ ക്രിയേറ്റീവ് ആവാം, പക്ഷേ യുനോ വിത്ത് കുട്ടി ബഡ്ജറ്റിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കേരളത്തിൽ മാത്രം നമ്മളൊരു ഫേമായിരിക്കുമ്പോൾ ഒരു ഫാഷൻ ഇതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്കൊരു നാഷണൽ വൈഡ് എന്തെങ്കിലും ക്യാമ്പയിൻ ചെയ്യണം എന്നും നാഷണൽ അവയർനെസ് കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദിസ് ഇസ് ലൈക്ക് യുനോ മച്ച് മോർ ദാൻ വാട്ട് ഐ ഡ്രീംഡ്. യുനോ ഇതൊരു ഗ്ലോബൽ റെക്കഗ്നിഷനായി. എൻ്റെ ഔട്ട്സൈഡ് ഇന്ത്യയുള്ള ഫോറിനർ ഫ്രണ്ട്സും എല്ലാവരും എൻ്റെ അടുത്ത് തന്നെ പറയുന്നുണ്ട്, ഓൾ ദെയർ ഫ്രണ്ട്സ് ആർ ടോക്കിംഗ് അബൌട്ട് ദിസ് യുനോ അക്രോസ് ദ വേൾഡ് എന്ന് എനിക്ക് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു ഡിസൈനർ എന്നുള്ള രീതിയിലും എൻ്റെ ബ്രാൻഡിനും 10 വർഷമായിട്ട് ഞങ്ങൾ ഈ സ്പേസിലുണ്ട്. ഇറ്റ്സ് സോ മച്ച് ഓഫ് എഫേർട്ട്, യുനോ സോ മച്ച് ഓഫ് ഹാർഡ് വർക്ക്. നോട്ട് ഓൺലി മീ, ഐ ടീം എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ സോ ഫീലിംഗ് സോ ബ്ലെസ്ഡ് ആൻഡ് ഹാപ്പി. ദിയ കനിയുടെ അടുത്ത സുഹൃത്താണെന്നറിയാം. അപ്പോൾ ഒരു അടുത്ത സുഹൃത്തിന് ഇത്ര വലിയൊരു അവസരം ലഭിക്കുന്നു, ക്യാൻ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പറ്റുന്നു, അവിടെ റെഡ് കാർപ്പറ്റിൽ നിൽക്കുന്നു. അപ്പോൾ വേണമെങ്കിൽ കോംപ്ലിമെന്റ് കൊടുക്കാം നമുക്ക് ഫ്രീ ആയിട്ട്. അങ്ങനെ ആയിരുന്നോ ഈ ഡിസൈൻ വർക്കൊക്കെ ചെയ്തത്, അതോ കനി അതിന് പേ ചെയ്തിട്ടുണ്ടോ? എത്രയാണ് ഇപ്പോൾ കനിക്ക് ആ ഡ്രസ്സിന്, ആ ഔട്ട്ഫിറ്റിന് മൊത്തത്തിൽ എത്ര രൂപയുടെ ചെലവുണ്ടായിട്ടുണ്ട്? കനി പേഴ്സണലി അങ്ങനെ കൊളാബറേഷൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. പിന്നെ പുള്ളിക്കാരത്തിക്ക് അറിയാം ഞങ്ങളും ഒരു സ്മോൾ ഫേമിന്റെ ലിമിറ്റേഷൻസും എന്തോരോ ആണെന്ന്. അപ്പോൾ അവൾ പറഞ്ഞിരുന്നു ആള് എന്നെ പേ ചെയ്യും. അപ്പം അതൊരു ഞാനൊരു റീസണബിൾ, ആൾക്ക് ഒരുപാട് ബേർഡൻ ആവാതെ, ബിക്കോസ്
അവരുടെ തന്നെ കയ്യിൽ നിന്ന് കാശിട്ട് പോവാണല്ലോ. അതും ഇതൊരു വളരെ ലോ ബഡ്ജറ്റ് മൂവിയാണ്. അവർക്ക് അങ്ങനെ സ്റ്റൈലിങ്ങിനോ അതിനൊന്നും ഫണ്ട് പ്രൊഡക്ഷനൊന്നും ഇല്ല. അപ്പൊ എനിക്ക് ആസ് എ ഫ്രണ്ട് അവള് എത്ര അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് അവളെ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ അറ്റ് ദ ബെസ്റ്റ്, അതായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഷീ ഈസ് ലൈക്ക് എനിക്കതിന് പേ ചെയ്തില്ലെങ്കിൽ ഐ വോണ്ട് ഫീൽ ഹാപ്പി, ഇത്രയും ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു റീസണബിൾ ഒരു എമൗണ്ട് ഐ ഹവ് ചാർജ്ഡ് ഹെർ, യുനോ, ആൾക്കും കൂടെ ഒരു സമാധാനം വരാൻ വേണ്ടി. പിന്നെ എനിക്ക് ലാസ്റ്റ് പോവാനായപ്പോൾ ആളുടെ ഡേറ്റ്സ് അടുത്തൊരു പോവാനുള്ള ആയപ്പോഴേക്കും എനിക്ക് സ്ട്രെസ് കയറി. അവൾക്ക് ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ട്, ഒരുപാട് ഇവന്റ്സ് ഉണ്ട്, തികഞ്ഞില്ലെങ്കിലോ എന്നൊക്കെ വെച്ചാൽ ഞാൻ ലാസ്റ്റ് മൊമെന്റിൽ 2-3 ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് എക്സ്ട്രാ വെച്ച് കൊടുത്തു. അങ്ങനെ തീർച്ചയായും. എന്തായാലും ഇപ്പോൾ ഈ സോൾട്ട് ബ്യൂട്ടിക്കിന് ലഭിച്ചിരിക്കുന്ന പ്രശസ്തി വെച്ച് നോക്കുകയാണെങ്കിൽ ദിയ എന്ന ഡിസൈനർക്ക് ലഭിച്ചിരിക്കുന്ന അപ്രീസിയേഷനും അക്സെപ്റ്റൻസും വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് കനിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടോ? കനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ ഞാൻ കൊടുത്തു ഇന്നലെ. എടാ, പിന്നെ ഈ 10 വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞുവല്ലോ, എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തുന്നത്? ഇപ്പൊ കൊച്ചി എന്നൊക്കെ പറയുമ്പോൾ ഒന്നിടവിട്ട ഷോപ്പുകൾ ഒരുപക്ഷെ ബ്യൂട്ടിക്കുകളായിരിക്കും, അത്രമാത്രം ബ്യൂട്ടിക്കുകൾ ഉള്ള ഇടമാണ്. അതുപോലെ തന്നെ നല്ല സെയിൽ നടക്കുന്ന സ്ഥലവും കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ 10 വർഷം പനമ്പള്ളി നഗർ പോലെയുള്ള ഒരിടത്ത് സസ്റ്റെയിൻ ചെയ്യുക, അവിടെ പിടിച്ചു നിൽക്കുക എന്നൊക്കെ പറയുന്നത് വലിയ മത്സരം നേരിട്ട് തന്നെ ആയിരിക്കുമല്ലോ. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു അനുഭവം? പനമ്പള്ളി നഗറിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതല്ല, എനിക്ക് തോന്നുന്നു ബിസിനസ് ചെയ്യാൻ തന്നെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ഫാഷൻ ഇക്കോസിസ്റ്റം ഭയങ്കര ലിമിറ്റഡ് ആണ്. നമുക്ക് സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ പാടാണ്. എല്ലാം ബോംബെയിലും ഡൽഹിയിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യണം. നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ അങ്ങനെ ഇല്ല. പിന്നെ ഫ്ലഡ് വന്നു, ഡിമോണിറ്റൈസേഷൻ വന്നു, കോവിഡ് വന്നു, ഇതൊക്കെ ചലഞ്ചസ് ആയിരുന്നു. ആൻഡ് ഞങ്ങളുടെ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു സോഷ്യലി എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം അവർ കട്ട് ചെയ്യുന്നത് ഷോപ്പിംഗ് ആണ്. ഇപ്പൊ കോവിഡ് സമയത്തൊക്കെ ഐ വാസ് ഓൾമോസ്റ്റ് ഇൻ ദ എഡ്ജ് ഓഫ് നമുക്കിനി ഇത് നിർത്താം, ഇനി നമുക്കിത് ഇങ്ങനെ ലീക്ക് ചെയ്ത് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അന്നും എൻ്റെ സ്റ്റാഫാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, മാം നിർത്തല്ലേ, നമുക്കിത് എങ്ങനെയെങ്കിലും കരകയറ്റാം. അവരെല്ലാവരും ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അപ്പോൾ ഐ ഫെൽറ്റ് ആ ഒരു ടീമിനെ എനിക്ക് പിരിച്ചുവിടാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. പിന്നെ എനിക്കും തോന്നി എന്തെങ്കിലും ഒരു പേർപ്പസ് ഇല്ലാണ്ടായി പോവും. എനിക്ക് ഏറ്റവും ഇഷ്ടം ഫാഷനോട് റിലേറ്റ് ചെയ്ത് തന്നെ വർക്ക് ചെയ്യാനാണ്. ഞാൻ അന്ന് ഒരുപാട് ആലോചിച്ചു വേറെ എന്തൊക്കെ ജോലി എനിക്ക് എടുക്കാം എന്നുള്ള. ഞാൻ ഇരുന്ന് ചിന്തിച്ചു, എഴുതി നോക്കി, എൻ്റെ റിയലൈസിങ് ഇത് തന്നെയാണ് എൻ്റെ സ്പേസ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പെയിനും എഫേർട്ടും ഒക്കെ എടുത്ത് ഹാങ് ഓൺ ചെയ്തത് നല്ലതാണെന്ന് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ എൻ്റെ സ്റ്റാഫൊക്കെ എൻ്റെ അടുത്ത് പറയാം, നന്നായില്ലേ മാം, അന്ന് നമ്മളിത് ക്ലോസ് ഡൗൺ ചെയ്തിരുന്നെങ്കിലോ, ഇങ്ങനെ ഒരു മൊമെന്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചലഞ്ചസ് ആർ ഓൾവേസ് ദർ. എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ഡേ തന്നെ ഒരു ചലഞ്ചാണ്. അപ്പോൾ അത് നമ്മൾ പിന്നെ ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ്. ബിസിനസ്സിലിരിക്കുമ്പോൾ മുന്നോട്ട് നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കും. എല്ലാ ഇയറിലും അതൊരു എക്സ്പീരിയൻസ് ആയി ഒരു ബെറ്റർ ലെവലിലോട്ട് നമ്മൾ വരും. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത കാലത്ത് നിന്ന് ഇപ്പം എടുത്ത് നോക്കുമ്പോൾ ഐ ഹവ് ബിക്കം എ ബെറ്റർ ബോസ്, ബെറ്റർ ഡിസൈനർ, ബെറ്റർ ഹ്യൂമൻ ബീയിങ്. നമ്മൾ ബിസിനസ്സിലിരിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അറിയുന്നതുകൊണ്ട് നമ്മൾ എല്ലാവരോടും കുറച്ചുകൂടെ കൈൻഡ് ആവുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നോട്ട് ഓൺലി ആസ് എ ബിസിനസ് മോണിറ്ററി സൈഡ് മാത്രമല്ല, ആസ് എ പേഴ്സൺ എൻ്റെ ഗ്രോത്തിനും അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചലഞ്ചസ് ആർ ദർ, അത് ബിസിനസിന്റെ ഒരു ഭാഗമാണ്. തീർച്ചയായും. ദിയ എന്ന് പറയുന്ന ഓൺട്രപ്രണർക്ക് കീഴിൽ എത്ര പേരുണ്ട്? ഇത് എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ടാണോ നിങ്ങൾ പ്രോഡക്റ്റുകൾ ചെയ്യുന്നത്? ഒരു സെലിബ്രിറ്റി ഡിസൈനർ ആണോ ദിയ? സെലിബ്രിറ്റി മാത്രമല്ല, എല്ലാവർക്കും ഞാൻ ഡിസൈൻ ചെയ്യും. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പ്രെറ്റ് ലൈൻ ആയിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ സീസണലി കളക്ഷൻസ് ആയിട്ട് ചെയ്യുമായിരുന്നു. അന്ന് ഇവിടെ അങ്ങനെ ഒരു റെഡിമെയ്ഡ് പ്രെറ്റ് ലൈൻ കൾച്ചറേ ഇല്ലായിരുന്നു. അപ്പോൾ അതൊരു ഇത്തിരി ടൈം എടുത്തു ആൾക്കാർ അതിലോട്ട് വരാൻ. വെൻ ഐ സ്റ്റാർട്ടഡ് സോൾട്ട് എല്ലാവരും കസ്റ്റമൈസേഷൻ ആയിരുന്നു കൂടുതലും പ്രയോറിറ്റൈസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഐ സീ എ ചേഞ്ച്, ലൈക്ക് വുമൺ ആർ മോർ ഇൻ ലൈക്ക് all of them are working now, so they all prefer pret line വന്ന് മേടിക്കാനാണ്. പിന്നെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ വെഡ്ഡിങ്സ് ഒക്കെ ആണെങ്കിലും വീ ഡു, ബ്രൈഡൽ അല്ലാതെ എന്തൊക്കെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉണ്ടെങ്കിലും വീ ഡു.
കംപ്ലീറ്റ് വിമൻസ് വെയർ ആണ്. മെൻസ് വെയറും ഞങ്ങൾ കസ്റ്റമൈസേഷൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ 2-3 ഗ്രൂംസിനൊക്കെ ചെയ്തിട്ടുണ്ട്. മെയിൻലി ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വിമൻസ് വെയറിലാണ്. തീർച്ചയായും ദിയയുടെ മറ്റ് വിശേഷങ്ങളിലേക്ക് ഞാൻ എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ദിയ, ഡിസൈനർ ദിയയാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായിരിക്കുന്നത്. ദിയ, ഈ സോൾട്ട് എന്ന പേര് ബ്യൂട്ടിക്കിന് വന്നത് എങ്ങനെയാണ്? എന്താണ് അത് മീൻ ചെയ്തത്? എനിക്ക് ഒരു സിമ്പിൾ നെയിം ആൾക്കാർക്ക് ഓർക്കാൻ വളരെ എളുപ്പമുള്ള ഒരു പേരാവണമെന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഡിസൈനും കുറച്ചുകൂടെ മിനിമൽ, ലൈറ്റ്, ഫൺ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനെനിക്ക് സോൾട്ടാണ് കുറച്ചുകൂടെ കോംപ്ലിമെന്റ് ചെയ്യാൻ. ഞങ്ങൾ കുറേ പേരുകൾ എടുത്തു, റിസർച്ച് ചെയ്തു. പക്ഷേ ആഡിങ് എ പിഞ്ച് ഓഫ് സോൾട്ട് ഇൻ യുവർ ലൈഫ് എന്ന് പറഞ്ഞ പോലെ ഒരു സോൾട്ടിന്റെ എലമെന്റ് ആഡ് ചെയ്യണം എല്ലാവരുടെയും വാർഡ്രോബിൽ എന്നുള്ള പോലെയാണ്. ഇറ്റ് ബ്രിങ്സ് ഓൺ കളേഴ്സ്. ഇപ്പോൾ നമ്മൾക്ക് ഓരോ സംരംഭകർക്കും അവരുടെ ബിസിനസ് എവിടെ എത്തിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഫ്ലറിഷ് ചെയ്യണം എന്നതിനൊക്കെ കുറിച്ച് ഓരോ ധാരണകൾ ഉണ്ടാകുമല്ലോ. ദിയ ആഗ്രഹിച്ചെടുത്താണോ ദിയ ഇപ്പോൾ എത്തി നിൽക്കുന്നത്? ഇതിനും അപ്പുറം എന്താണ് ദിയയുടെ ആഗ്രഹം, സ്വപ്നം? ഇത് ഏതൊരു ഡിസൈനറിനും എന്താ പറയുക, ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയിരിക്കും ഇങ്ങനെ കാൻസിൽ പ്രസന്റ് ചെയ്യാന്നുള്ളത്. കാൻസ് ഒന്നും ഞാൻ ഒരിക്കലും ഡ്രീം ചെയ്തിട്ടില്ല, ടു ബി വെരി ഫ്രാങ്ക്. എൻ്റെ ആഗ്രഹം ഒരു നാഷണൽ ലെവലിൽ എൻ്റെ ബ്രാൻഡിന് ഭയങ്കര അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. എല്ലാ കാറ്റഗറി ഓഫ് വുമൻസിനെയും എല്ലാ റീജിയൻസിലുള്ളവരും സോൾട്ട് വെയർ ചെയ്യണം, എല്ലാവരും എൻ്റെ ബ്രാൻഡിനെ കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ എനിക്കുണ്ടായിരുന്നു. ലൈക്ക് നോട്ട് ഓൺലി ലൈക്ക് എല്ലാ സൈസ് ഇൻക്ലൂസിവിറ്റിയും കൊണ്ടുവരണം, കംഫർട്ടബിൾ ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ തോന്നണം, അങ്ങനത്തെ കുറച്ചൊരു മൂവ്മെന്റ്സ് ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ആൾക്കാർക്ക് യൂഷ്വലി ഒരു ഫാഷനബിൾ ഡ്രസ്സിങ് ഇന്ന ഫിഗർ ഉള്ളവരൊക്കെ ഇങ്ങനെയുള്ളവരൊക്കെ ഇടാൻ പാടൂ എന്നുള്ള മൈൻഡ് ബ്ലോക്ക് ബ്രേക്ക് ചെയ്യണം. എവ്രിബഡി ഷുഡ് സ്റ്റാർട്ട് വെയറിങ് സോൾട്ട്, ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. ഇത് മോർ ദാൻ ഐ എക്സ്പെക്റ്റഡ്. അതോടൊപ്പം തന്നെ ദിയ, ഒരു ഡിസൈനറുടെ ജീവിതം വളരെ വെല്ലുവിളികൾ നിറഞ്ഞതുമാണ്. ഐശ്വര്യ ഈ ക്യാൻസിൽ തന്നെ രണ്ടാമതിട്ട ഔട്ട്ഫിറ്റ് ആരാധകരെ നിരാശപ്പെടുത്തി, വലിയ വിമർശനങ്ങൾ ഉണ്ടായി. അതിൻ്റെ ഡിസൈനർക്ക് വലിയ വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്ന സാഹചര്യം. ഇതിനു മുൻപ് എത്ര തവണ ഐഷ് വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണത്തേത് ആരാധകരെ വലിയ രീതിയിൽ നിരാശപ്പെടുത്തുന്നതായിരുന്നു. വലിയ വിമർശനങ്ങളാണ് അത് നേരിടേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ അതൊരു ചലഞ്ചും കൂടി ഇല്ലേ? ഇങ്ങനെ ഉള്ള വലിയ രീതിയിലുള്ള അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ തന്നെ അതൊരു ചലഞ്ചും കൂടിയാണ് ഒരേ സമയം, അല്ലേ? അതെ അതെ അതെ. ഇതിപ്പോൾ നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഇതിനൊരു നല്ല റെസ്പോൺസ് ആയിട്ടാണ് മെജോറിറ്റി വന്നത്. അതുകൊണ്ട് എനിക്ക് ആ ഒരു മെന്റൽ സ്റ്റേറ്റിലാണ് ഞാൻ. എന്ത് ഒരു നമ്മളൊരു ചോയ്സ് എടുക്കുമ്പോഴും അങ്ങനെയാണല്ലോ, അതിനൊരു റിയാക്ഷൻ ഉണ്ടാവും. അത് രണ്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം നമ്മൾ അതിന് മുന്നോട്ട് ഇറങ്ങാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രേവ് മൈൻഡ് ഉണ്ട്. എന്തെങ്കിലും ഒരു ഡിസിഷൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എന്താണെങ്കിലും നമ്മൾ ഫേസ് ചെയ്യാന്നുള്ളതാണ്. എല്ലാ പ്രാവശ്യം ചിലപ്പോൾ നമുക്ക് എല്ലാവരെയും ഹാപ്പി ആക്കാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ഐശ്വര്യ റായിയുടെ എനിക്കൊന്നും കമൻറ്റ് ചെയ്യാൻ പറ്റില്ല, അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എനിക്കറിയില്ല, ആൾക്കാർ ഹാപ്പി അല്ലെങ്കിലും മേ ബി ഇഫ് ഷീ ഈസ് ഹാപ്പി ദാറ്റ്സ് ഇറ്റ്, അത് മതിയല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ കനീൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. ഞാനും ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ബാക്ക് ഫയർ ചെയ്യോ, കാൻസിൽ പോയിട്ട് ഇങ്ങനെയാണോ ചെയ്തതെന്നൊക്കെ പറയുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഓവർ തിങ്ക് ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഗുഡ് റെസ്പോൺസ് വന്നുകൊണ്ട് ഐ എം ഫീലിംഗ് സോ ഓവർവെൽംഡ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ദിയ അയച്ചു തന്ന ദൃശ്യങ്ങൾ തന്നെ വിഷ്വൽസിൽ വേറെയും സെലിബ്രിറ്റികളെയൊക്കെ കാണുന്നുണ്ട്. ആരൊക്കെയാണ് പ്രധാനമായും ദിയയുടെ കസ്റ്റമേഴ്സ്? പാർവതീനെ ഞാൻ സ്ഥിരം സ്റ്റൈൽ ചെയ്യാറുണ്ട്. പാർവതിയുടെ ലാസ്റ്റ് ബോളിവുഡ് മൂവി കടക് സിംഗിന് പ്രൊമോഷൻ വർക്ക്സിന് ഞാൻ ആളുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്തിരുന്നു. ആളുടെ പ്രൊമോഷൻസ് ഫസ്റ്റ് പ്രീമിയർ IFFK ഗോവയിലായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി പ്രൊമോഷൻ ചെയ്തു. പിന്നെ ആളുടെ തെലുങ്കു ഒരു സീരീസ് ഉണ്ടായിരുന്നു, അതിൻ്റെയും
പ്രൊമോഷൻസിന് വി ട്രാവൽ ടു ഹൈദരാബാദ്, പിന്നെ വി ഡിഡ് കൊൽക്കത്ത, കപ്പിൾ ഓഫ് സിറ്റീസ്. അപ്പോൾ ആ ഒരു പ്രീമിയറും പിന്നെ ഒരുപാട് ഇൻ്റർവ്യൂസിനും എല്ലാം ഡിഫറെൻറ്റ് ലുക്സ് വേണമായിരുന്നു. അപ്പോൾ അതിനും പാർവതിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൾ ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും ഒരു സ്റ്റൈൽ പിടിക്കണം. അപ്പോൾ ഞങ്ങൾ കുറേ ഇതുപോലെ ഡിസ്കസ് ചെയ്തു. ഞാൻ സോൾട്ടിൻ്റെ മാത്രമല്ല വേറെ ബ്രാൻഡ്സും ക്യൂരേറ്റ് ചെയ്യും സ്റ്റൈൽ ചെയ്യുമ്പോൾ. സോൾട്ടിലും ഞാൻ വേറെ എനിക്കിഷ്ടമുള്ള നല്ല ഇന്ത്യൻ ബ്രാൻഡ്സ് വിച്ച് എൻ്റെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ഫിറ്റിൻ ചെയ്യുന്ന ബ്രാൻഡ്സാണ് ഞാൻ ക്യൂരേറ്റ് ചെയ്യണേ. ജൂവലറീസും കൊണ്ടുവരും. അപ്പോൾ സ്റ്റൈൽ ചെയ്യുമ്പോഴും ഞാൻ അങ്ങനെ ചെയ്യും. ഐ വിൽ ട്രൈ ടു ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ഡിസൈനേഴ്സ്. അവർക്ക് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. അവരുടെ എല്ലാം ബ്രാൻഡ്സിന് ഒരു അവയർനെസ് കിട്ടുന്നു, ഒരു വിസിബിലിറ്റി കിട്ടുന്നു. അപ്പോൾ പാർവതിയുടെ ഇനിയിപ്പോൾ വരാനിരിക്കുന്ന മൂവീസിൻ്റെയും പ്രമോഷന് സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. പിന്നെ റിമേഡ് ചെയ്യാറുണ്ട്. പിന്നെ അന്നബെൻ്റെ ചെയ്തിട്ടുണ്ട്, നിമിഷ സജയൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പേര്, അനശ്വര, അങ്ങനെ എല്ലാവരും ഇങ്ങനെ സർക്കിളിലായതുകൊണ്ട് എല്ലാവരും അറിയാം. ദർശന. അപ്പോൾ പിന്നെ സോൾട്ട് എല്ലാവർക്കും അറിയുന്ന ഇവിടെ 10 വർഷമായി. അതുകൊണ്ട് എല്ലാവരും വന്ന് അല്ലാതെ തന്നെ കസ്റ്റമൈസ് ചെയ്യാനും വരാറുണ്ട്. പിന്നെ മേടിക്കാനും എല്ലാം വരാറുണ്ട്. ദേ ഓൾ ഗെറ്റ് ദെയർ ഫ്രണ്ട്സ് ഓൾസോ. ദേ ആർ വെരി ഹെൽപ്ഫുൾ. ഇവരെല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അവരെ സ്റ്റൈലിങ്ങും ചെയ്തിട്ടുണ്ട്. ഐ ക്വൈറ്റ് എൻജോയ് പുട്ടിങ് തിങ്സ് ടുഗെദർ ആൻഡ് മേക്കിംഗ് ദം ബ്യൂട്ടിഫുൾ. എനിക്കിഷ്ടമാണത്. ശരി, എന്തായാലും ഇഷ്ടത്തോടെ ചെയ്യുന്ന ജോലിയാണ്. അതുകൊണ്ട് തന്നെ പല വെല്ലുവിളികൾ നേരിട്ടിട്ടും അതിൻ്റെ വിജയ വഴിയിൽ എത്തിയിരിക്കുകയാണ്. കൂടുതൽ ഉയരങ്ങൾ താണ്ടാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും ദിയ. വന്നതിനും ഞങ്ങളോടൊപ്പം സഹകരിച്ചതിനും നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ കോളിംഗ് മീ. എന്തായാലും ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനറെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. മറ്റൊരു സംരംഭകയുമായി പിന്നീട് കാണാം. നമസ്കാരം.